Let us move on to a problem. Use cylindrical shells to find the volume of the solid generated when the region enclosed between y is equal to root x is equal to 1 and x is equal to 4 and the x-axis is revolved about the y-axis. Now, question we have to use using cylindrical shells and we are given the region and we have to rotate about which axis? Y-axis. Okay, this identify the figure. Okay, we have to draw the figure. What is it? Y is equal to x root x അല്ലെങ്കിൽ y square is equal to x right? Y square is equal to x എന്നുള്ള this is a parabola which is opening എങ്ങോട്ടാണ് left side ലോട്ട് open ചെയ്യുന്ന parabola right? And this is the curve y is equal to root x and it is between where and where x is equal to 1 and x is equal to 4. Okay, namla using cylindrical shell ആണെങ്കിൽ നമുക്ക് ആ കൂടെ ഒരു ഫോർമുലേ ഉള്ളൂ. We have to use volume is equal to integral a to b 2 pi into shell radius into shell height into dx. This is your formula. അപ്പം shell height ഉം shell radius ഉം വേണം. ഓക്കെ, ഇനി അടുത്ത ഷെല്ലാണ് നമ്മൾ വരയ്ക്കുന്നത്. അബൌട്ട് വിച്ച് ആക്സിസ് നമുക്ക് തന്നിട്ടുണ്ട്? വൈ ആക്സിസ് തന്നിട്ടുണ്ട്. ഏത് ആക്സിസ് ആണോ ആ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഷെല്ല് വരയ്ക്കേണ്ടത്. ആ ഷെൽ ആർബിട്രറി ഷെല്ലാണ്. സോ ആക്സിസ് വൈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ആ ഷെല്ല് വരയ്ക്കുന്നത്. സോ the radius of that shell, ആ ഷെല്ല് മാത്രം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന radius of that shell എന്തായിരിക്കും? X ആയിരിക്കും. So your answer is integral a to b. You can take 2 pi outside. Shell radius is X, right? And what is your shell height? Shell height എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ. What is that? F of x ആണ്. Y is equal to f of x ഫോമാറ്റിൽ എഴുതുക into root x dx, right? And what is the range? X എല്ലാം നമ്മുടെ വേരിയബിൾസ് എല്ലാം x ലായത് കാരണം ആരുടെ റേഞ്ച് ആണ് വേണ്ടത്? നമുക്ക് x ന്റെ റേഞ്ച് ആണ് വേണ്ടത്. And x varies from where to where? 1 to 4. 2 pi into integral 1 to 4 x raised to 3 by 2 dx. Integrating you will get it is equal to 2 pi into x raised to 5 by 2 divided by x 5 by 2 from where to where? 1 to 4. Right? And applying the upper limit and lower limit, you will get here it is 4 pi by 5. Upper limit apply you will get 32 minus 1 which is equal to 124 pi by 5. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് സാധാരണ ഷെൽ റേഡിയസ് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തു വന്നു, റൈറ്റ്? ഇനി അടുത്ത ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഇറ്റ് ഈസ് റിവോൾവിംഗ് അബൌട്ട് വൈ ആക്സിസ് ആണ്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ആക്സിസ് ഓഫ് റെവല്യൂഷൻ വൈ ആക്സിസ് അല്ല എനി ആക്സിസ് ആണെങ്കിൽ എന്നാണ് ഇവിടെ എടുക്കുന്ന ആക്സിസ് ഓഫ് റെവല്യൂഷൻ. ലെറ്റ് ദ പ്രോബ്ലം നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എക്സ് ഇസ് ഈക്വൽ ടു -3 റിവോൾവ് ചെയ്യാം. Okay, you are revolving about x is equal to -3 ആണ് പ്രോബ്ലം എന്ന് വെച്ചോളുക. അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്താണ്? ഫോർമുല ഇപ്പോഴും അത് തന്നെയാണ്. ഇന്റഗ്രൽ a to b 2 pi into shell radius into shell height dx. ഇവിടെ ആകെക്കൂടെ ഡിഫറൻസ് വരാൻ പോകുന്നത് നമ്മുടെ ഷെൽ റേഡിയസിന് മാത്രമേ ഉള്ളൂ. ഇഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ is x is equal to -3, അപ്പൊ നിങ്ങളുടെ വോളിയം എന്താവും എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇന്റഗ്രൽ a to b, x ന്റെ വേരിയേഷൻ മാറിയിട്ടൊന്നുമില്ല, എവിടെ തൊട്ട് തരത്തന്നെ 1 to 4 തന്നെയാണ്. And what is the radius? നമുക്കറിയാം നമ്മൾ റേഡിയസ് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പം എവിടെ തൊട്ട് ഇതുവരെയാണ്? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. Okay, then what is the radius? We know this distance as x and this distance എന്താണ്? 3 ആണ്. നമ്മൾ ഡിസ്റ്റൻസ് കണക്കിനാണ് എടുക്കുന്നത്. മോഡുലസ് എക്സ് ഇസ് ഈക്വൽ ടു -3. എക്സ് ആക്സിൽ നിന്ന് എത്ര വൈ ആക്സിൽ നിന്ന് എത്ര മാറിയിരിക്കുന്നു? 3 യൂണിറ്റ്സ് മാറിയിരിക്കുന്നു. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 3. സോ ടോട്ടൽ യുവർ റേഡിയസ് വിൽ ബി ഈക്വൽ ടു വാട്ട് ഈസ് ഇറ്റ്? x plus 3. Okay, 2 pi is already there into what is the shell height? Shell height ന് വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. That is root x dx. Then you will get the answer. Integrating you will get the answer. We will move on to the next problem. Consider the problem. Use cylindrical shell to find the volume of the solid generated when the region enclosed between y square is equal to x, y is equal to 1 and x is equal to 0 is revolved about x-axis. Okay, we will move on to the solution.
First of നമുക്ക് എന്താണ് what is given question തന്നിട്ടുണ്ട് we have to use cylindrical shell and the region and it is revolved about the x-axis. So once the problem is given we have to draw the figure and it is what is it y square is equal to x. Y square is equal to is a parabola opening rightwards ആണ് നമുക്കറിയാം. This is y square is equal to x, right? And between y is equal to 1 and x is equal to 0, y is equal to 1, this is y is equal to 1, y is equal to 1 and x is equal to 0. X is equal to 0 is the y-axis, right? Appo nammal figure kaidu and this is our region, right? Then it is revolved about which axis? It is revolved about x-axis. And we have to use which method? Cylindrical shell method. Cylindrical shell method vekkan nammal endu cheyanam axis of revolution ade identify edu x-axis aanu. Ini nammal endu cheyanam oru shell draw cheyanam. Shell endayirikkanam axis of revolution parallel ആയിട്ടുള്ള ഒരു ഷെല്ലാണ് നമ്മൾ വരയ്ക്കേണ്ടത് at an arbitrary distance, right? അപ്പം parallel ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ it has at a distance ഏതായിരിക്കും y. ഓക്കെ, അപ്പോ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദ ഷെൽ എന്തായിരിക്കും? ദിസ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ റേഡിയസ് എന്താണ്? ദ റേഡിയസ് ഓഫ് ദ സെൽ ഈസ് y. അപ്പോ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം നമ്മുടെ ഫോർമുലയിൽ v is equal to എന്താണ്? 2 pi into integral a to b shell radius into shell height either with respect to x or with respect to y ആണ്. അപ്പോൾ radius y ആയത് കാരണം നമുക്ക് എന്താ ഇവിടെ വരിക? It is with respect to dy. Okay, അപ്പോൾ we have got the shell radius and have to find the shell height. Shell height അപ്പോൾ with respect to dy ആണെങ്കിൽ നമ്മൾ എല്ലാ പ്രോബ്ലംസും x is equal to f of y ഫോമാറ്റിൽ എഴുതണം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇത് y square is equal to x ഫോമാറ്റിലാണ്. So it is in the form x is equal to f of y. ഇനി have to find the shell height. What is the height? Shell height. Shell height is the distance, right? We know that this distance is the shell height. What is this distance? This is the curve x is equal to f of y. Shell height is what is it? F of y. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? Y square. Okay, so we will move on to the problem. V is equal to what is it? 2 pi into integral from other range ആണ് wide range ആണ്. Range എവിടെ തൊട്ട്? 0 തൊട്ട് 1 വരെ. It's from 0 to 1. And the shell radius is y and shell height is y square, differentiating with respect to what? Integrating with respect to what? Y. That is, you will get 2 pi integral 0 to 1 y cube dy, right? Integrating, you will get y raised to 4 by 4 from where to where? 0 to 1. That is equal to 2 pi into 1 by 4, which is equal to what is it? Pi by 2. I hope you understand. Next, we will move on to another problem. Use cylindrical shells to find the volume of the solid generated when the region are in the first quadrant enclosed between y is equal to x and y is equal to x square revolved about which axis? Y axis. Okay, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? റീജിയൻ തന്നിട്ടുണ്ട്. y is equal to x and x. y is equal to x square and which axis? Y axis. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? You have to draw the figure. You can draw the figure. Y is equal to x is a straight line, right? And the quadrant is first quadrant മാത്രമേ ഉള്ളൂ. So you have got y is equal to x. Y is equal to x square is a parabola opening upward. This is y is equal to x square. Right? അപ്പോൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാതി ജോലി തീർന്നു. ഇനി അടുത്തത് revolving which axis? Revolving about y axis എന്നും തന്നിട്ടുണ്ട്. Is it right? And first നമുക്ക് അപ്പോൾ ഇവിടുത്തെ range ഒന്നും തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. So we have to find the point of intersection. What is it? We can find എങ്ങനെ point of intersection കണ്ടുപിടിക്കാം? X is equal to x square കൊടുക്കാം. X square minus x is equal to what is it? 0. X common എടുക്കാം. X minus 1 is equal to 0. അപ്പോൾ എന്ത് കിട്ടി? X is equal to 0 യും x is equal to 1. X is 0 ആകുമ്പോൾ y എന്തായിരിക്കും? 0. Y 0 ആകുമ്പോൾ y is also 1. So here it is intersecting at where and 1? 1 and 1. This is at the point. This is 1. Okay, let it be.
ഇനി പറഞ്ഞതനുസരിച്ച് y ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ y ആക്സിസിന് പാരലൽ ആയിട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്, ഷെല്ല് വരയ്ക്കാനായിട്ട്. സോ we will move on to the volume formula. 2 pi into integral from where to where, a by 2 into shell radius into shell height dx. Is it right? We are drawing a shell at arbitrary distance x. ആണല്ലോ. അപ്പോൾ ഷെൽ റേഡിയസ് എന്തായിരിക്കും? ദിസ് ഇസ് യുവർ ഡിസ്റ്റൻസ്, റൈറ്റ്? 2 pi into integral a to b. ഷെൽ റേഡിയസ് ഈസ് എക്സ് ആൻഡ് ഹൈറ്റ് എന്തായിരിക്കും? ദിസ് ഈസ് യുവർ ഹൈറ്റ്. എങ്ങനെ ഈ ഹൈറ്റ് കണ്ടുപിടിക്കും? അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അപ്പൊ നോക്കിക്കോളാം, നമ്മൾ എക്സിലാണ് വന്നിരിക്കുന്നത്. സോ എല്ലാം y is equal to f of x ഫോമാറ്റിൽ വരണം, റൈറ്റ്? അപ്പൊ കർവ് ഏതാണ്? y is equal to x ആണ്. x മൈനസ് ലോവർ കർവ് ഏതാണ്? y is equal to x സ്ക്വയർ ആണ്. അപ്പൊ f of x മൈനസ് g of x കിട്ടുമ്പോൾ നമുക്ക് ഷെൽ ഹൈറ്റ് കിട്ടും, റൈറ്റ്? x minus x square dx, which is equal to, what will you get? 2 pi into ആരുടെ range ആണ് വേണ്ടത് നമുക്ക്? we have to find the range of x. x എവിടെ തൊട്ട് ഇതുവരെ ചെയ്യുന്നു? 0 to 1. that is x square minus x cube dx, right? which is equal to, integrating you will get 2 pi into x cube by 3 minus x raised to 4 by 4 from where to where? 0 to 1. and applying the limits you will get as 2 pi into 1 by 3 minus 1 by 4, and simplifying you will get this as pi by 6. I hope you understand. ഇനി നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ ചെയ്ത ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. See the problem. Use cylindrical shells to find the volume of the solid generated when the region R under y is equal to x square and on the interval 0 to is revolved about the line y is equal to -1. നമുക്ക് ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഫിഗർ വരയ്ക്കുക. What is figure? y is equal to x square. y is equal to x square എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is a parabola opening upward. y is equal to x square. Same question നമ്മൾ ചെയ്തിട്ടുണ്ട് വാഷർ മെത്തേഡില്. Interval 0 to and revolving about which one? y is equal to -1. Okay, we are revolving about this one. Revolving about y is equal to -1 എന്ന് പറഞ്ഞാൽ it is parallel to which axis? x axis. അപ്പോൾ നമ്മൾ ഏത് ആക്സിസിലാണോ റിവോൾവ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്? ഷെൽ വരയ്ക്കാനായിട്ട്, റൈറ്റ്? ഓക്കെ, അപ്പോ പാരലൽ ആയിട്ട് നമ്മൾ ഷെൽ വരച്ചു. ഓക്കെ, ആ ഷെൽ ഏത് ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്? ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് അറ്റ് ഡിസ്റ്റൻസ് y. Is it right? Okay, then we have to go find the volume. Volume is equal to 2 pi into integral a to b shell radius into shell height dx or dy, whatever may be, or dx or dy. dx ആണോ dy ആണോ? നമുക്ക് dy ആയിരിക്കും. ഓക്കെ, റൈറ്റ്? അപ്പൊ നമുക്ക് ഷെൽ റേഡിയസും ഷെൽ ഹൈറ്റുമാണ് വേണ്ടത്. ഷെൽ റേഡിയസ് എന്തായിരിക്കും? ഷെൽ റേഡിയസ് ഞാൻ പറഞ്ഞു ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ തന്നെ എടുക്കണം എന്നുള്ള കാര്യം. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും? ദിസ് ഈസ് യുവർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഇതായിരിക്കും നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞത്. അപ് ടു ദിസ് ഇറ്റ് ഈസ് 1 ആൻഡ് അപ് ടു ദിസ് ഇറ്റ് ഈസ് 1, റൈറ്റ്? ഇത് വൈയും ഇത് 1ഉമാണ്. സോ ഷെൽ റേഡിയസ് ഈസ് ഇന്റഗ്രൽ a to b, ഇറ്റ് ഈസ് y plus 1. അപ്പോ എന്താണ് നമുക്ക് വേണ്ടത്? എല്ലാം y-യിലാണെന്ന് മനസ്സിലായി. സോ ഹിയർ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y, റൈറ്റ്? ഇനി നമുക്ക് വേണ്ടത് ഷെൽ ഹൈറ്റ് ആണ്. ഷെൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ദിസ് കർവ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് ഐ മൈനസ് എഫ് ഓഫ് ഐ ഫോമാറ്റിലാണ്. ഈ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഈ ലെങ്ത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഈ കർവിൽ നിന്ന് ഈ കർവ് സബ്ട്രാക്ട് ചെയ്യണം. Okay, what is this curve? This curve is x is equal to 2, right? Appo you have to subtract 2 minus
What is this curve? നമ്മുടെ ഫോർമാറ്റിലാണോ കിടക്കുന്നത്? Y is equal to x square ഫോർമാറ്റിലാണ്. അല്ല, ഇതിന് എന്താണ്? X is equal to root y. Fine. With respect to y ആണെങ്കിൽ നമുക്ക് x is equal to g of y ഫോർമാറ്റിൽ എല്ലാത്തിനെയും മാറ്റി എഴുതണം. With respect to y ആണെങ്കിൽ x is equal to g of y. ഇവിടെയാണ് നമുക്ക് എപ്പോഴും മാറ്റം വരുത്തേണ്ടത്. ആലോചിച്ചോളുക. So here the curve is x is equal to root y. So we have to integrate with respect to y. Okay, I hope you understand, which is equal to 2 pi into we have to from ആരുടെ ലിമിറ്റാണ് നമുക്ക് വേണ്ടത്? വൈയുടെ ലിമിറ്റാണ് വേണ്ടത്. വൈ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? 0 തൊട്ട് ഇതുവരെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? വി ഹാവ് ഗോട്ട് y is equal to x square. സോ x ഏതാണ്? 2 ആണ്. സോ y is equal to എന്തായിരിക്കും? 4. From 0 to 4, removing the bracket, we will get 2y minus 5 raised to 3 by 2 plus 2 minus 1 by 2 dy. Integrating, you will get 2 pi into 2y square by 2 minus 2 by 5 pi raised to 5 by 2 plus 2y minus 2 by 3 y raised to 3 by 2 from where to where? 0 to 4. Applying the limit, you will get 176 pi by 5. Okay. A problem നമ്മൾ method of Warshaw's ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലവും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിക്കോളാം. അവിടെ റിവോൾവിംഗ് അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന അത് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണ് നമ്മൾ അവിടെ റേഡിയസ് എടുക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും എളുപ്പം സിലിണ്ടറിക്കൽ ഷെൽസ് ഉപയോഗിച്ചാണ്. സിലിണ്ടറിക്കൽ ഷെൽസിന് നമ്മൾ ഒരൊറ്റ പ്രോബ്ലം നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. 2 pi into integral a to b shell radius into shell height into thickness എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഷെൽ റേഡിയസ് ഷെല്ല് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. ഷെല്ല് നമ്മൾ വൈ ആക്സിസിന് പാരലൽ ആണ് ചെയ്യുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അതല്ല നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ട്, ആ ഫോർമുല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, അവസാനം നമ്മൾ എന്ത് ചെയ്യുക? ഡി വൈയോ ഡി എക്സോ ഒന്ന് എഴുതുക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.